സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വിയർഡ് റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒറ്റയിൽ പറയുകയാണെങ്കിൽ ഒരു കിടിലൻ മൂവി, പക്ക എന്റർടൈൻമെന്റ്. കാര്യം നമുക്ക് ഇരുന്ന് ചിരിക്കാനുള്ളതൊക്കെ ഈ മൂവിക്കകത്തുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫ് പൊള്ളിച്ചടുക്കിയതെന്ന് പറയാം. കാര്യം ഫസ്റ്റ് ഹാഫിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു സ്കൂൾ ലൈഫ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫ് ആ ഒരു രീതിയിൽ പോകുന്നത്, സ്കൂൾ ലൈഫ് പ്ലസ് ടു ലൈഫ് ആ ഒരു രീതിയിലാണ്. ഭയങ്കര രസമായിട്ടാണ് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പടത്തിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്ന എല്ലാവരും എടുത്തു പറയേണ്ട എല്ലാവരും കിടലിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വേറെ അല്ല, ജോയ്മോൻ ജോവിയർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്. നമ്മൾ ഗുരുവായൂരമ്പലം നടയെ കണ്ടാണെങ്കിൽ അതിൻ്റെ അകത്ത് ആ പക്ഷിശാസ്ത്രമൊക്കെ ആയിട്ട് വരുന്നൊരു പുള്ളി ഉണ്ടല്ലോ. പുള്ളി ഇതിൻ്റെ അകത്ത് വന്ന് നിന്നിട്ടുണ്ട്. ആ സീനൊക്കെ അത്രയും കിടലിനായിട്ടാണ് പുള്ളി ചെയ്തിട്ട് പടത്തിന് എൻ്റെ മൂവി പുള്ളി കൊണ്ടുപോയെന്ന് പറയാം. കിടലിനായിട്ടാണ് പുള്ളി. ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ക്യാരക്ടർ ഈ മൂവിക്കകത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ അത് സൈജു സണ്ണി എല്ലാവരും കിടലിനായിട്ടാണ് അഭിനയിക്കുന്നത്. ബാക്കി എല്ലാവരുടെയും പേര് എനിക്കറിയത്തില്ല. പിന്നെ ഹാഷിറിന്റെ പിള്ളേരെ കാണിക്കുന്നുണ്ട്. ഹാഷിറിന്റെ ഒരു സീനുണ്ട് ഇന്റർവെല്ലിന്. അത് ഒരു കിടിലൻ സീനാണ്. കാര്യം ഹാഷിർ വന്നിങ്ങനെ നിന്നിട്ട് തോളത്ത് കൈയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു ഡയലോഗ് ഉണ്ട്. കാര്യം നീ ഇപ്പൊ നിൽക്കുന്ന ഈ സ്ഥലവും നീ ഇട്ടേക്കുന്ന അണ്ടർവെയർ വരെ എൻ്റെ ബാപ്പയുടെ എന്ന് പറഞ്ഞിട്ട് അത് മെയിൻ തിയേറ്റർ, അത് ഇന്റർവെൽ സീൻ, കിടിലൻ ഇന്റർവെൽ സീനായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആകെ ഇതിൻ്റെ അത് സെക്കൻഡ് ഹാഫിൻ്റെ അകത്ത് കുറച്ചങ്ങ് പോകുമ്പോൾ കുറച്ച് സീൻ ഒരു 10-15 മിനിറ്റ് കണ്ട് ഒരു അത്യാവശ്യം സീരിയസ് ആയിട്ട് ഇമോഷണലൊക്കെ ചേർത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഫുൾ എന്റർടൈൻമെന്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. നല്ലൊരു പടം. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ഹാഷിറിന്റെ പിള്ളേരുടെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അത് ഇതിനും കിടലായിരിക്കുന്നു വിചാരിക്കുന്നു. എന്നാൽ ഈ ഒരു പടം നിങ്ങൾ കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്നാൽ ഈ ഒരു പടം എല്ലാവർക്കും ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നമ്മുടെ ഒരു ഏജിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള മൂവീസാണ്. ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊന്നും എല്ലാവർക്കും ഒന്നും ജയിക്കണം എന്നില്ല. അങ്ങനത്തെ ഒരു മൂവിയാണ്. ഒരു പക്ക ഒരു എന്റർടൈൻമെന്റ്, സ്കൂൾ ലൈഫ്, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ കഥ പറയുന്നത്. പിന്നെ ഇതുവരെ ഒന്നും ആവാതെ ഒരിടത്തും ക്ലച്ച് പിടിക്കാത്ത നമ്മുടെയൊക്കെ അവസ്ഥ എടുത്ത് കാണിച്ചേക്കുന്ന ഒരു ഫിലിം കൂടിയാണ്. എന്താണെന്ന് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഇത്രയൊക്കെ ഈ ഒരു വീഡിയോ പറയുന്നുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.